കുറച്ചു കാലം മുമ്പ് വരെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കുക എന്നത് മലയാള സിനിമയ്ക്ക് അപ്രാപ്യമായിരുന്നു. എന്നാൽ 2016 പുലിമുരുകനിലൂടെ മോഹൻലാൽ ആ ചരിത്രം തിരുത്തിക്കുറിച്ചു. എന്നാൽ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി എന്നത് മോളിവുഡിന് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഇപ്പോഴിതാ ആ നേട്ടവും നമ്മുടെ ലാലേട്ടൻ സ്വന്തമാക്കിയിരിക്കുന്നു. തുടരും എന്ന ചിത്രത്തിലൂടെ ലാലേട്ടൻ ആ നേട്ടം മലയാളത്തിന് എത്തിച്ചിരിക്കുകയാണ്. തുടരും എന്ന സിനിമ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി ഈ നേട്ടം കരസ്ഥമാക്കിയ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. ട്രാക്ക് ടോളിവുഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലാണ് ഒരു ചിത്രം ആദ്യമായി ഈ നേട്ടം സ്വന്തമാക്കിയത്. അത് മറ്റൊരു ചിത്രമല്ല, നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കണ്ട ആ ചിത്രം തന്നെ, യന്തിരൻ. 2010 ശങ്കറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 100 കോടിയിലധികം കളക്ഷൻ റെക്കോർഡ് നേടി. സ്റ്റൈൽ മന്നൻ രജനീകാന്തും സൗന്ദര്യ റാണി ഐശ്വര്യ റായിയും അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ബോക്സ് ഓഫീസിൽ ആ വിജയം പിന്തുടർന്നില്ല. പിന്നീട് 5 വർഷത്തിന് ശേഷം തമിഴ്നാടിന് പിന്നാലെ ആന്ധ്രാപ്രദേശ് ആ നേട്ടം സ്വന്തമാക്കി. ആ ചിത്രവും നമ്മളെല്ലാവരും കൊണ്ടാടിയതാണ്. ബാഹുബലി എന്ന മൾട്ടി-സ്റ്റാർ ചിത്രം തെലുങ്ക് സിനിമയുടെ തന്നെ മുഖച്ഛായ മാറ്റിയ SS രാജമൗലി ചിത്രം 2015 റിലീസ് ചെയ്തത്. ബാഹുബലിയുടെ ആദ്യ ഭാഗം നേടിയ വലിയ വിജയത്താൽ വമ്പൻ പ്രീ റിലീസ് ഹൈപ്പോടുകൂടി എത്തിയ ബാഹുബലി രണ്ടാം ഭാഗവും വളരെയധികം കളക്ഷൻ നേടി. ഈ ചിത്രം തെലുങ്കാനയിലും കർണാടകയിലും കളക്ഷൻ നേടി ആദ്യമായി നേട്ടം സ്വന്തമാക്കി. 2017 ബാഹുബലിയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഇതുപോലെ ഒരു നേട്ടം ഉണ്ടാകുന്നത്. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച തുടരും ആണ് കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രം ഏത് ഭാഷയിലേതാണെങ്കിലും ഇതുപോലെ ചരിത്രം കുറിക്കുന്നത്. തുടരും എന്ന ചിത്രത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സിനിമാ വ്യവസായം നോക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ സിനിമാ വ്യവസായം വളരെ ചെറിയതാണ്. യന്തിരനും ബാഹുബലിയുമെല്ലാം വളരെയധികം പണം മുടക്കിയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങളായിരുന്നുവെങ്കിൽ തുടരും എന്നത് വളരെ ചെറിയ നിരക്കിൽ നിർമ്മിച്ചൊരു ചിത്രമാണ്. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അനേകം ചിത്രങ്ങൾ ഈ കൂട്ടുകെട്ടിൽ നിന്നും ഇനിയും പിറക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ലാലേട്ടൻ്റെ നടന വൈഭവം ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. ഇനിയും ഇതുപോലെയുള്ള വാർത്തകളും കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി എൻ്റെ യാത്രകൾ തുടരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതയാത്ര നല്ല നിലയിൽ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടി.